CBSE റീവാലുവേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് CBSE റീവാലുവേഷൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയൂലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ റീവാലുവേഷൻ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ മാർക്ക് കുറയാം കൂടാം എന്തും വേണമെങ്കിലും സംഭവിക്കാം. സോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ റീവാലുവേഷന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കുറയും. കാരണം നമ്മൾ സ്റ്റേറ്റ് ഇവാലുവേഷൻ പോലെയല്ല CBSEയുടെ റീവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അവർ റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ മാർക്സ് എന്നല്ല, റീവാലുവേഷന് കൊടുത്തതിന് ശേഷം എത്രയാണോ മാർക്ക് അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് ഉണ്ടാവുക. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിനകത്ത് 5 മാർക്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടിയത്. നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തപ്പോൾ ആ ടീച്ചറിന് തോന്നി ഇത് 3 മാർക്കിനുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് 3 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ മാർക്ക് ഒരു മാർക്ക് കുറയുന്നതായിരിക്കും. സോ അത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾ എങ്ങനെയാണ് റിവാലുവേഷന് കൊടുക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. സോ സ്റ്റേ ഹിയർ, ഓക്കെ. സോ അതിനാദ്യം നമ്മളുടെ CBSEയുടെ ബ്രോഷർ അല്ലെങ്കിൽ CBSEയുടെ സർക്കുലർ തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മെയിൻ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും, നോട്ടീസ് ഫോർ പോസ്റ്റ് റിസൾട്ട് ഡിക്ലറേഷൻ ഫെസിലിറ്റീസ് ടു ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ റീവാലുവേഷൻ പ്രൊസീജിയറിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാവും. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം വരെ സംഭവിച്ചത് നമ്മൾ ആദ്യം റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷമാണ് ആദ്യം നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷമാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ആൻസർ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ആ 3 സ്റ്റെപ്പ് എന്നുള്ളത്, അതായത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ മാർക്കിൻ്റെ വെരിഫിക്കേഷനാണ്. അതായത് നമ്മൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്ക് ആഡ് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ മൊത്തം കൂട്ടിയത് ശരിയാണോ തെറ്റാണോ, കംപ്ലീറ്റ് മാർക്സ് ഉണ്ടോ, ഏതെങ്കിലും മാർക്സ് കിട്ടാത്തതുണ്ടോ എന്നുള്ള രീതിയിൽ വെരിഫിക്കേഷനാണ് ആദ്യം നടക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യാം, കുറയാം. സോ അതിനുശേഷമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇത് ഫോട്ടോ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതിനുശേഷമാണ് നമ്മൾ ആൻസറിൻ്റെ റീവാലുവേഷന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പിനെ ഇപ്പോൾ ഈ ഒരു വർഷം മുതൽ അത് 2 സ്റ്റെപ്പായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾക്ക് കിട്ടുന്നത് സ്കാൻഡ് ആൻസർ ഷീറ്റാണ് നമ്മളുടെ കയ്യിൽ ആദ്യം കിട്ടുക. ആ ആൻസർ ഷീറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്കൊരു 7 ദിവസം സമയം ഉണ്ടാവും. ആ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് റിവാലുവേഷന് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ആ കിട്ടുന്ന ആൻസർ ഷീറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ആൻസേഴ്സിൽ എന്തെങ്കിലും മാർക്ക് കൂട്ടിയതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വാല്യൂ ചെയ്യാത്തതുണ്ടോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് മാർക്സിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി മാത്രം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും കൊടുക്കാം. എങ്ങനെയാലും പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 2 സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റീവാലുവേഷൻ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ. സോ അതാണ് നമ്മളുടെ ഒരു എന്ത് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൽ നമ്മളുടെ ഫീസും കാര്യങ്ങളൊക്കെ അവരിതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര രൂപയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊരു ടേബിളായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് സീനിയർ സെക്കൻഡറി ആണ്, സോറി, നമുക്ക് നമ്മളുടെ അത് എടുക്കാം. അതായത് സോ യെസ്, നമ്മളുടെ ആദ്യം നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൻഡ് കോപ്പി നമ്മളുടെ ആൻസർ ബുക്ക് കിട്ടുക എന്നുള്ളതാണ്. സോ ആൻസർ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങുന്നത്, അതായത് ട്യൂസ്ഡേ 27-ാം തീയതി മുതലാണ്, മെയ് 27th മുതലാണ് നിങ്ങൾക്കിതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് മെയ് 27th മുതൽ ജൂൺ 2 മിഡ്നൈറ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ വിൻഡോ ഓപ്പൺ ആവുക, ഇപ്പോൾ ഓൾറെഡി +2കാരുടെ വിൻഡോ ഓപ്പൺ ആണ്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴേ പോയി അപ്ലൈ ചെയ്യേണ്ട. 10th നിങ്ങൾക്ക് വിൻഡോ ഓപ്പൺ ആവുന്നുണ്ടാവുക. മെയ് 27th ട്യൂസ്ഡേ, അതായത് നെക്സ്റ്റ് ട്യൂസ്ഡേ മുതലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റീവാലുവേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. അത് മുതൽ ജൂൺ 2-ാം തീയതി വരെയാണ് നമ്മളുടെ റീവാലുവേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ റീവാലുവേഷനിൽ നിങ്ങൾ ആദ്യം ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 500 rupees ഒരു സബ്ജക്ട്സിന് നിങ്ങൾ കൊടുക്കണം. അതായത് 500 രൂപ അടച്ചു കഴിഞ്ഞാലാണ് ഒരു സബ്ജക്റ്റിൻ്റെ സ്കാൻഡ് കോപ്പി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒന്നുകിൽ വെരിഫിക്കേഷൻ ഓഫ് മാർക്സിന് വേണ്ടി കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ റീവാലുവേഷന് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടിനും കൂടെ ഒരുമിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് അടുത്തത് മുതൽ, അതായത് ജൂൺ 2 കൂടി നമ്മളുടെ നിങ്ങളുടെ ആൻസർ ബുക്ക് കിട്ടാനുള്ള ഡേറ്റ് കഴിയും. അത് കഴിഞ്ഞ് ജൂൺ 3 മുതൽ നെക്സ്റ്റ് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ട്യൂസ്ഡേ ഒരു 1 വീക്ക് നിങ്ങൾക്ക് സമയം ഉണ്ടാവും. അപ്പോൾ ആൻസർ ബുക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്കൊരു സമയമുണ്ട്, ഏകദേശം ഒരു 1 വീക്കോളം നിങ്ങൾക്ക് സമയമുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആഡിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾക്ക്
റിവാലുവേഷന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൻസർ ബുക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആൻസറിന് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു 5 മാർക്കിൻ്റെ ആൻസറിന് നിങ്ങൾക്ക് 4 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് 5 മാർക്കിനുള്ള ആൻസർ ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് റിവാലുവേഷന് കൊടുക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു ടീച്ചറുടെയോ അല്ലെങ്കിൽ ഒരു CBSE വാലുവേഷൻ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഈ ആൻസർ കാണിച്ചു കൊടുത്തതിന് ശേഷം അവരോട് നിങ്ങളൊരു അഭിപ്രായം ചോദിക്കണം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ ആൻസർ ഷീറ്റ് ചിലപ്പോൾ മറ്റൊരു ടീച്ചറാണ് നിങ്ങളുടെ വാല്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ CBSEയിലേക്ക് റിവാലുവേഷന് കൊടുക്കുമ്പോൾ ആ 4 മാർക്ക് ഇട്ടത് ചിലപ്പോൾ കുറച്ചിട്ട് 3 മാർക്കാൻ വേണ്ടി ആ ടീച്ചറിന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്ന് കൺഫേം ചെയ്യുന്നത് ഇറ്റ്സ് വെരി ബെറ്റർ. ഓക്കെ, കാരണം നമുക്ക് തോന്നുന്നതല്ല ടീച്ചേഴ്സിന് തോന്നുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 3 മുതലാണ്. ജൂൺ 3 മുതൽ ജൂൺ 7 വരെ, അതായത് 7th ജൂൺ വരെയാണ് നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ആൻസർ ബുക്ക് മൊത്തമായിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 500 rupees ഒരു ആൻസർ ബുക്ക് മൊത്തം. അതായത് മാർക്കിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് 500 rupees പെർ ആൻസർ ബുക്ക്. അതേപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിവാലുവേഷൻ ചെയ്യണം. അതായത് എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് റിവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ മാർക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആഡിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഏകദേശം ഒരു 80 നിങ്ങൾക്ക് അല്ലെങ്കിൽ 100 നിങ്ങൾക്ക് 85 കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 80 മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട, റിവാലുവേഷന് മാത്രം കൊടുത്താൽ മതി. റിവാലുവേഷനിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ റിവാലുവേഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 100 rupees വെച്ചിട്ടാണ് നമുക്ക് റിവാലുവേഷനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളോട് CBSE തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യങ്ങൾ അഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വെരിഫിക്കേഷന് കൊടുക്കുക എന്നുള്ളത് CBSE തന്നെ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിനുശേഷം മാത്രം കൊടുക്കുക കേട്ടോ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചെക്ക് ദാറ്റ് സപ്ലിമെൻ്ററി ആൻസർ ബുക്സ് യൂസ്ഡ് ബൈ യു ഇൻ ദ എക്സാമിനേഷൻ ആർ ഓൾസോ പ്രൊവൈഡഡ് വിത്ത് എ സ്കാൻഡ് കോപ്പി ഓഫ് മെയിൻ ആൻസർ ബുക്ക്. അതായത് നിങ്ങളുടെ മെയിൻ ആൻസർ ബുക്കിൻ്റെ കൂടെ നിങ്ങളുടെ സപ്ലിമെൻ്ററി ആൻസർ ബുക്സും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിയുടെ കൂടെ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ചെക്കഡ് ആണോ എന്ന് നോക്കുക. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഇങ്ങനെ ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മാർക്ക് ഇടാൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ചെക്കഡ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇതൊക്കെ യെസ് ആണെന്നുണ്ടെങ്കിൽ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ നോ, നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻ ആണ് ചെക്ക്, അതായത് CBSEക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടി അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, check that the total of all answers mentioned in the left margins in the answer book is correct. Total of marks awarded on various steps as mentioned in the marking scheme. അതായത് കംപ്ലീറ്റ് ആൻസർ നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മാർക്കും ആഡപ്പ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ചെക്ക് ദാറ്റ് മാർക്സ് ഓഫ് ഈച്ച് ആൻസർ ഗിവൻ ഇൻ ദ ലെഫ്റ്റ് മാർജിൻ ഇൻ ദ ആൻസർ ബുക്ക് ഹാവ് ബീൻ കറക്റ്റ്ലി പോസ്റ്റഡ് ഇൻ ദ ടേബിൾ ഓഫ് ദ കവർ പേജ്. നിങ്ങളുടെ കവർ പേജിൽ ഒരു ടേബിൾ ഉണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 21st ക്വസ്റ്റ്യൻ്റെ ആൻസറിന് നിങ്ങൾക്ക് ഉള്ളിൽ, അതായത് ടീച്ചർ കറക്റ്റ് ചെയ്തപ്പോൾ 5 മാർക്ക് ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ചിലപ്പോൾ ടീച്ചർ കവർ പേജിൽ മാർക്ക് ചെയ്ത സമയത്ത് അത് മാറി മിസ്റ്റേക്കൺലി ചിലപ്പോൾ 4 എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടിയിട്ടുള്ള അതേ മാർക്കാണോ കവർ പേജിൽ നിങ്ങൾ കാണുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അത് യെസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇഫ് ഇറ്റ് ഇസ് നോ അത് നോട്ട് ഡൗൺ ചെയ്യുക, നമുക്ക് CBSEനെ ഇൻഫോം ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ചെക്ക് ദാറ്റ് ദ ടോട്ടൽ ഓഫ് ഈച്ച് റോ ഇസ് കറക്റ്റ് ഇൻ ദ ടേബിൾ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് കേജ്. അതായത് നിങ്ങൾ ഒരു റോയിലുള്ള കംപ്ലീറ്റ് മാർക്കും ആഡപ്പ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ടാവും, കോളത്തിൽ മാർക്ക് ചെയ്യുന്നുണ്ടാവും, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ഇതേപോലെ നമ്മളുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കോളം മൊത്തം ആഡപ്പ് ചെയ്തിട്ട് ഫൈനലി ഒരു മാർക്സ് ആഡ് ചെയ്യുന്നുണ്ടാവും, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് കംപ്ലീറ്റ് നിങ്ങളുടെ എല്ലാ മാർക്സും, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, അതേപോലെ തന്നെ എല്ലാ കോളമും നിങ്ങളുടെ ആൻസർ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുക, റീചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അങ്ങനെയൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ, ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വെരിഫിക്കേഷന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇഫ് ദർ ഇസ് നോ മിസ്റ്റേക്ക് യു കൻ ഡിസൈഡ് നോട്ട് ടു അപ്ലൈ ഓർ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ CBSE. മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ അതിനെ നിൽക്കേണ്ട ആവശ്യമില്ല, വെറുതെ പൈസ കളയണ്ടല്ലോ. ഇനി ഇഫ് എനി മിസ്റ്റേക്ക് ഇസ് നോട്ടഡ്, നിങ്ങൾ ചെയ്യേണ്ടത് CBSE ആയിട്ട് ഈ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് പ്ലീസ് ഇൻഫോം ദാറ്റ് ഹൗ ദിസ് ഇസ് നോട്ട് യുവർ
സപ്ലിമെന്ററി ആൻസർ ബുക്ക്. അതായത് നമ്മൾ ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സപ്ലിമെന്ററി ആൻസർ ബുക്ക് തന്നെയാണോ കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അല്ലാത്തത് എന്നുള്ളത് നിങ്ങളവിടെ പറഞ്ഞു കൊടുക്കണം. ഇനി രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ വാലുവേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നമ്പർ ആണ് വാലുവേറ്റ് ചെയ്യാത്തത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. എനി ഡിസ്ക്രിപ്റ്റൻസീസ് ഇൻ വാലുവേഷൻ ആസ് പെർ മാർക്കിംഗ് സ്കീം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 മാർക്ക് ഡിഫറെൻറ്റ് സ്റ്റെപ്സിന് 1 എന്നുള്ള രീതിയിലാണ് മാർക്ക്. അപ്പോൾ ടോട്ടൽ 3 ആയിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻഫോം ചെയ്യാം. ഇനി നാലാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല, ആ കേസാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും അതായത് മാർക്ക് എൻട്രി ചെയ്യുന്നതിൽ നിങ്ങൾ ഇപ്പുറത്തെ കോളത്തിൽ വന്നിട്ട് മാർക്ക് എൻട്രി ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 7 അവിടെ 4 മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ കവർ പേജിൽ നമ്പർ 7 അതായത് ക്വസ്റ്റ്യൻ നമ്പറിനെതിരെ നിങ്ങൾക്ക് ആകെ 3 മാർക്സേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ്. അടുത്തത് ടോട്ടലിംഗ് എറേഴ്സ്, അതായത് റോളിലുള്ളത് കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ട് അപ്പുറത്തൊരു കോളത്തിൽ എഴുതുന്നുണ്ടാവും, അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ടോട്ടൽ അതിൻ്റെ അകത്ത് 36 നിങ്ങൾക്ക് 40 കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ആ റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം കൗണ്ട് ചെയ്തിട്ടുള്ള മൊത്തം ടോട്ടൽ മാർക്ക്, അതായത് എല്ലാ കൗണ്ടിങ് മിസ്റ്റേക്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ, വെരിഫിക്കേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റത്തെ കേസ് ടോട്ടൽ മാർക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇൻഫോം ദാറ്റ് മൈ ടോട്ടൽ മാർക്സ് ഇൻ ദ ആൻസർ ബുക്ക് ആർ 42 ബട്ട് ഓൺ ദ വെബ് മാർക്ക് ഷോൺ ആർ 40, പ്ലീസ് ചെക്ക് ആൻഡ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ CBSEൻ്റെ അടുത്തേക്ക് ഇൻഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ whatsoever information is provided by the same will be checked by the experts and if it is found that your information is correct, the same will be corrected, otherwise not. ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ കറക്റ്റ് ചെയ്ത് തരുള്ളൂ. ആൻഡ് ഫൈനലി കംപ്ലീറ്റ് ഡെസിഷനും കാര്യങ്ങളൊക്കെ CBSEൻ്റെ അടുത്താണെന്ന് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ റിവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം എന്ന് ഇതിലുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് CBSE വെബ്സൈറ്റിലുണ്ടാകും, അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് CBSE വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് റീചെക്ക് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റ് മാർക്സ് തന്നെയാണോ കിട്ടിയത് എന്നുള്ളത് ഒന്നും കൂടെ കൺഫേം ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, റീവാലുവേഷൻ എന്നുള്ള പ്രൊസീജിയറിലേക്ക് നിങ്ങൾ പോകാവൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കല്ല കിട്ടിയത് എന്ന് തോന്നുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസർ ബുക്ക് എന്ത് ചെയ്യാം, ഒന്ന് 500 രൂപ അടച്ചതിന് ശേഷം നിങ്ങളുടെ ആൻസർ ബുക്ക് വാങ്ങിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ അതിന് നിൽക്കണ്ട, കിട്ടിയ മാർക്ക് കൊണ്ട് തൃപ്തിപ്പെടാം. ഓക്കെ, സോ ഇൻ കേസ് എന്തെങ്കിലും ആഡ് മിസ്റ്റേക്സ് ഉണ്ടാവും എന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷൻ പ്രൊസീജിയറിലേക്ക് പോകാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് പോലെയല്ല CBSEയുടെ റിവാലുവേഷൻ എന്ന് പറയുമ്പോൾ ബെറ്റർ മാർക്സ് അല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തതിന് ശേഷം കിട്ടുന്ന മാർക്ക് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ മാർക്ക്. സോ സ്റ്റേറ്റുകാരെ പോലെ മാർക്ക് കുറയില്ല എന്ന വിശ്വാസം വേണ്ട, മാർക്ക് കുറയാം. ഓക്കെ, സോ വൈസായിട്ട് തീരുമാനം എടുക്കുക, ആൻസർ ബുക്ക് എടുക്കുക, ആൻസർ ബുക്ക് ഫോട്ടോ കോപ്പി വാങ്ങിച്ചതിന് ശേഷം അത് കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം റിവാലുവേഷൻ പ്രൊസീജിയറിലേക്ക് പോവുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും. ഇനി റിവാലുവേഷൻ വീണ്ടും ഓപ്പൺ ആവുന്നത് നമ്മൾ 27th എങ്ങനെയാണ് നിങ്ങൾ റിവാലുവേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ റിവാലുവേഷൻ വീണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. ബാക്കി എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ചാനലിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.